അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ഷവോമിയുടെ ഒരു 360 ഡിഗ്രിയിൽ തിരിയുന്ന 1080 പിക്സലിൻ്റെ ഒരു ക്യാമറ. അപ്പോൾ കണ്ടിട്ട് മറ്റു ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവരുടെ കമ്പനിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയാണത്. ഈ ബാക്കിൽ അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു സൈഡിൽ നമുക്ക് എംഐയുടെ ഒരു എന്നിട്ട് പറയുക അതിൻ്റെ മോഡലിൻ്റെ പേര്, അതായത് MI ഹോം സെക്യൂരിറ്റി 360 ക്യാമറ എന്നുള്ള ഡീറ്റെയിൽസ്. പിന്നെ നമുക്ക് തുറന്ന് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. തുറക്കാൻ പറ്റണില്ലല്ലോ, നോക്കാം. വലിച്ചൊക്കെ കുറച്ച് എടുക്കുന്നുണ്ട്, ചോദിച്ചോട്ടെ എങ്ങനെയുണ്ട് ഇതിൻ്റെ അവസ്ഥ. ആ സംഭവം കിട്ടിയിട്ടുണ്ട്. വലിയ ഉള്ളിൽ എന്തിട്ടിരിക്കാൻ നോക്കാം. ഒരു വാറണ്ടി പേപ്പർ ഉണ്ട്, പിന്നെ ഒരു V8 ചാർജർ വരുന്നുണ്ട്. നല്ല നീളമുള്ള ഒരു V8 ചാർജറാണ്, ഭയങ്കര നീളമാണ്. അതായത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പവർ പ്ലഗിന് കണക്ട് ചെയ്ത് എടുക്കണമല്ലോ, അതിന് വേണ്ടി നല്ല നീളമുണ്ട്. പിന്നെ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്, ഫാസ്റ്റ് ചാർജറാണ്. ഇതിൻ്റെ ഇൻബിറ്റ് ബാറ്ററി ഒന്നും വരുന്നില്ല. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, MI ഹോം സെക്യൂരിറ്റി ക്യാമറ. ഇത് 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അപ്പ് ആൻഡ് ഡൗണും അതുപോലെ തന്നെ കിട്ടും. 1080 പിക്സൽ ഇത് നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതായത് നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് ഇതിൽ ലഭിക്കും. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു റീസെറ്റ് ബട്ടൺ വരുന്നുണ്ട്. നമ്മൾ റെക്കോർഡൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഫോണായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അത് വരുന്നുണ്ട്. പിന്നെ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ബട്ടൺസ് കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്ക് ഏറ്റവും അടിയിൽ മോഡലിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ബോക്സിൽ വേറെ വരുന്ന സാധനമാണ് ഇത്. നമുക്ക് എവിടെയെങ്കിലും ക്ലാമ്പ് ചെയ്തൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറച്ച് സ്ക്രൂവും സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഡാറ്റ കേബിള്. അതിപ്പോൾ നമ്മുടെ അഡാപ്റ്ററിൽ സാധാരണ ഫോണിലൊക്കെ നമ്മൾ കണക്ട് ചെയ്യണ പോലെ തന്നെ അഡാപ്റ്ററിൻ്റെ കണക്ട് ചെയ്യാവുന്നതുള്ളൂ. വ്യത്യാസമൊന്നുമില്ല, വേറെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാവുന്നില്ല. പിന്നെ സാധാരണ നമ്മൾ ഫോണിൽ കണക്ട് പോലെ തന്നെ ഇതും അതിൽ ബാക്ക് സൈഡിൽ താഴെ ഒരു പോർട്ടുണ്ട്, അതിൽ കണക്ട് ചെയ്യുക. V8ൻ്റെ പോർട്ടാണത്. നമ്മളിപ്പോൾ ചാർജറിൻ്റെക്കാളും നീളം വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ എവിടെയെങ്കിലും എടുത്ത് വെക്കുകയാണെങ്കിൽ അത്രയും നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡാറ്റ കേബിളിന് മാത്രം ഒരു 5 മീറ്റർ മേലെ ഉണ്ടെന്ന് തോന്നണേ. 5 മീറ്റർ 5-6 മീറ്റർ കണ്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ക്യാമറയുടെ താഴെ മൈക്ക് വരുന്നുണ്ട്, മുകളിൽ ചെറിയൊരു സെൻസർ വരുന്നുണ്ട്. കാണാനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മോഡലാണ്. അത് ഓണാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഫസ്റ്റ് യെല്ലോ വരും, അത് നമ്മുടെ ഫോണായിട്ട് വൈഫൈ വെച്ച് കണക്ട് ചെയ്യണം. അപ്പോൾ ഒരു ബാർകോഡ് ഫോണിൽ വരും. MI ഹോം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് അതിൽ കാണിക്കും. അപ്പോൾ നമ്മൾ ഈ യെല്ലോ വരുമ്പോൾ നമ്മളൊന്ന് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യും, ക്യാച്ച് ചെയ്തതിന് ശേഷം. അതിനുശേഷം ബ്ലൂ കളറിലാവുമ്പോൾ നമ്മുടെ ഫോണിലെ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് അതിൽ ഫിക്സ് ആവും. അപ്പോൾ പുറകിലുള്ള സ്പീക്കറിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിലൊരു വോയിസ്, നമ്മുടെ സിറിയൊക്കെ പോലെ, അതായത് ഗൂഗിൾ വോയിസ് പോലെ അതിൽ ഇങ്ങനെ വോയിസ് പറയും, അതായത് കണക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയും. അത് വേണ്ട 360 ഡിഗ്രിയിൽ ആദ്യം നമുക്ക് തിരിഞ്ഞതിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെ ഒന്ന് അവർ കാണിച്ചു തരുന്നുണ്ട്. കണ്ട, നമ്മുടെ ഫോണിൽ ഇങ്ങനെയാണ് എടുക്കേണ്ടത്, കാണിച്ചു തരാം. ഫോണിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MI ഹോം എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഒക്കെ സിമ്പിളാണ്, അതായത് ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞതിന് ശേഷം ആ ആപ്പിൽ നമ്മൾ നമ്മുടെ ഡിവൈസായിട്ട് കണക്ട് ചെയ്യുക. വൈഫൈ ഉണ്ടെങ്കിൽ അതിൽ കാണിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം QR കോഡ് വരും. അത് ഞാൻ ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല. QR കോഡ് ഫസ്റ്റ് വന്നായിരുന്നു. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ കാണിക്കും. അപ്പോൾ ലിവിങ് റൂം എന്ന് പറഞ്ഞൊരു ക്യാമറയുടെ ഉണ്ടാവും. അപ്പോൾ വൈഫൈ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ക്യാമറ അതിൽ വരും. ഇതിൽ തന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. റെക്കോർഡിങ് എടുക്കാം, ഫോട്ടോ, അതായത് സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ റിമോട്ട് പോലെ തന്നെ ഇതിൽ കാണിക്കും. അത്യാവശ്യം കണ്ടോ, വളരെ നല്ല ക്ലാരിറ്റി ഉണ്ട്. മെയിനായിട്ട് 1080 പിക്സൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഉണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ കാരണം. അത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് തന്നെ ഇത് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യും. പിന്നെ അതിൽ തന്നെ കോളിങ്ങിൻ്റെ മറ്റുള്ള കുറേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ ഓപ്ഷനും എടുത്ത് ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ വില തന്നെയാണ് ഇതിൻ്റെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 രൂപയോളം അതിന് വില വരുന്നുള്ളൂ. ഓൺലൈനിൽ ഷോപ്പുകളിലൊക്കെ ആണെങ്കിൽ ഒരു 3000 രൂപ ആ റേറ്റിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി കാർഡ് ഇടാം. 64 GB വരെ മെമ്മറി കാർഡ് നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യും. അതിൽ റെക്കോർഡ് ചെയ്യാം, അതിൽ സ്റ്റോർ ആയിക്കോളും. അതുപോലെ തന്നെ ഫോണിലേക്കും വേണമെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് എടുക്കാവുന്നുള്ളൂ. ഫോണിൻ്റെ ഗ്യാലറിയിലേക്ക് അല്ലെങ്കിൽ ഈ MI ഹോമിൻ്റെ ഗ്യാലറിയിൽ അത് കാണിക്കും.
പിന്നെ നമുക്ക് വോയിസ് കേൾക്കണമെങ്കിൽ കേൾക്കാൻ ഈ ക്യാമറയിൽ മൈക്ക് ഉണ്ട്. അത് നമുക്ക് വീട്ടിലിരുന്നായാലും ഇപ്പോൾ നമ്മൾ ഷോപ്പുകളിൽ വയ്ക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നേക്കാം, അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ഓഫീസിൽ പോകണമെങ്കിൽ ഓഫീസിൽ അതിൻ്റെ വോയിസ് അടക്കം നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ കുറേ എന്താണ് നമ്മുടെ സാധാരണ CCTVയിലുള്ള അതിനേക്കാളും ക്ലാരിറ്റിയിൽ വില കുറവിൽ നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് നമുക്ക് വേണമെങ്കിൽ റൊട്ടേഷൻ ചെയ്യണ രീതിയിൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ സ്ക്രീനിലേക്ക് നമുക്കിത് മാറ്റി സാധാരണ നമ്മൾ സിനിമയൊക്കെ കാണുന്ന പോലെ തന്നെ വലുപ്പത്തിൽ കാണാം. അത് നമുക്ക് എല്ലാ രീതിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. കൂടുതലും കുട്ടികളൊക്കെ ഉള്ള റൂമുകളിൽ അത് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ നമുക്ക് വാച്ച് ചെയ്യാൻ അതിനൊക്കെ സാധിക്കും. അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്താണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ഇതിപ്പോൾ ഞാൻ ടൈം ലാപ്സ് ചെയ്താണ് കാണിക്കുന്നത്. കുറച്ചും കൂടി സ്പീഡിൽ നിങ്ങൾ കാണിച്ചു തരുന്നതാണ്. സാധാരണ രീതിയിൽ തന്നെ പോവുള്ളൂ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്താണ് സംഭവം. നല്ല ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വാങ്ങാം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കണ്ട. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും പറഞ്ഞ് വീർപ്പിക്കും.